ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയ ഷവോമി 17 ആണ്. അപ്പോൾ ഷവോമി 17 അൾട്രേന്റെ അൺബോക്സിംഗ് നമ്മൾ ചെയ്തായിരുന്നു. ഇത് നമ്മുടെ അതിന്റെ ബേസ് വേരിയന്റ്, അതായത് ഷവോമി 17 ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ വില ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. 89,999, അതായത് 90,000 റുപ്പീസ് ആണ് ഇതിന്റെ വില. അപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് വിലയിൽ. രണ്ട് കാര്യങ്ങൾ, ഒന്ന് മെമ്മറി, എന്താ പറയുക, സ്റ്റോറേജിന്റെ ഒക്കെ വില ഭയങ്കര ഷാർപ്പായിട്ട് റൈസ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഡിസംബർ ജനുവരി ഇറങ്ങിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയത് OnePlus 15 ആണെങ്കിലും iQOO 15 ആണെങ്കിലും വിവോ ആണെങ്കിലും ഒക്കെ തന്നെ നല്ല പ്രൈസ് ഹൈക്ക് വന്നു. പക്ഷെ ഇപ്പോൾ അതും കഴിഞ്ഞ് 2-3 മാസം കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിലും വളരെ എക്സ്ട്രീം ഷോർട്ടേജ് ആണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. എല്ലാം തന്നെ AI പോകുന്ന കാരണം എക്സ്ട്രീം മെമ്മറി ആൻഡ് സ്റ്റോറേജ് ഷോർട്ടേജ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസസ് ഭയങ്കരമായിട്ട് ഹൈ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ, ഇത് ഇമ്പോർട്ടഡ് ഡിവൈസ് ആണ്, ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയതല്ല. അതായിരിക്കും എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ റീസൺ. പക്ഷെ അത് കൺസ്യൂമറിനെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യമല്ല. മെമ്മറിയും സ്റ്റോറേജും പ്രൈസ് റൈസ് ഒബ്വിയസ്ലി കൺസ്യൂമർ ഇമ്പാക്ട് ചെയ്യും. ഇത് അവർ ഇവിടെ ഉണ്ടാക്കാത്തതുകൊണ്ട് പ്രൈസ് കൂടിയതാവാം എന്നുള്ളൊരു ഗസ് മാത്രമേ ഉള്ളൂ, എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ ഇതാണ് ഷവോമി 17. ഇതിന്റെ വളരെ ക്വിക്കായ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ ഇതിന്റെ ക്യാമറ സാമ്പിൾസ്, അതാണ് ഇതിന്റെ ഏറ്റവും മികച്ച ആസ്പെക്ട്, ലൈക്ക ക്യാമറ. അപ്പോൾ അതിനെക്കുറിച്ചും പറയുന്നതാണ്. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് അൺബോക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് ഷവോമി 17 ബോക്സ് പാക്കേജ്. പവേർഡ് ബൈ HyperOS ആണ്, അതേപോലെ എഞ്ചിനീയർഡ് ബൈ ലൈക്ക എന്നീ രീതിയും കാണാം. അപ്പോൾ ഒരു നീളമുള്ള ബോക്സ് ആണ്, കാരണം ഇതിനകത്ത് നമുക്ക് ചാർജർ കിട്ടുന്നുണ്ട്. ഇന്ത്യൻ വേർഷനിൽ ചാർജർ അവൈലബിൾ ആണ്, എന്നാൽ ഗ്ലോബൽ വേർഷനിൽ ചാർജർ ചില കൺട്രീസിൽ ഇൻക്ലൂഡഡ് അല്ല എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഷവോമി 17 ലൈക്ക സമിലെക്സ് ക്യാമറാസ്, 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറയാണ്, 8K വീഡിയോ, ഡോൾബി വിഷൻ സപ്പോർട്ട്, സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 മൊബൈൽ പ്ലാറ്റ്ഫോം, അതേപോലെ LTPO AMOLED ഡിസ്പ്ലേ ആണ്, ഡൈനാമിക് AMOLED ആണ്, അതേപോലെ 6330 mAh ബാറ്ററി, 100 വാട്ട് ചാർജിങ്, IP68 അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ, eSIM സപ്പോർട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട്. ഐസ് ബ്ലൂ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 3 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്. ഐസ് ബ്ലൂ, അതേപോലെ ഒരു ഗ്രീന്, ഒരു ബ്ലാക്ക് വേരിയന്റ്. ഒരേ ഒരു വേരിയന്റിൽ 2 വേരിയൻസ് ഉണ്ട്. 12 256, 12 512 വേരിയന്റ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം. അപ്പോൾ ഇതിന്റെ ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ, ഇത്തവണ ഇത് ഇമ്പോർട്ടഡ് ആണ്. കഴിഞ്ഞ വർഷം, അതായത് ഷവോമി 15 ഷവോമി 14 ഒക്കെ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ ആയിരുന്നു. ഇത്തവണ ഇത് ഇമ്പോർട്ടഡ് ആണ്, ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിന്റെ വില കുറച്ച് കൂടിയത് അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റാമും എന്താ പറയുക, സ്റ്റോറേജിന്റെയും പ്രൈസസ് ഹൈക്ക് വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ എന്താ പറയുക, ഈ ഒരു റീസൺ കൂടെ ആവാം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ബോക്സ് നമുക്ക് പെട്ടെന്ന് തന്നെ തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് മുകളിൽ ഷവോമിന്റെ ബോക്സ് കാണാം, ഡിസൈൻ ബൈ ഷവോമി. ഒരു സിം ഇജക്റ്റ് പിൻ കാണാം. അതുകൂടാതെ നമുക്ക് ഒരു ഹാർഡ് കേസ് ആണ് കിട്ടുന്നത്, അല്ലേ, ഒരു സ്റ്റാൻഡേർഡ് ഹാർഡ് കേസ്. നല്ലൊരു കേസാണ് ആക്ച്വലി. കഴിഞ്ഞ വർഷമൊക്കെ ബ്ലാക്ക് ആയിരുന്നു, ഇതൊരു മാറ്റ് ഫിനിഷ് ഹാർഡ് കേസാണ്, കുഴപ്പമില്ല. അതേപോലെ നമുക്കിവിടെ കിട്ടുന്നത് ഒരു മാനുവൽ ആൻഡ് വാറന്റി ഇൻഫർമേഷൻ ആണ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ആണ്, 2 നാനോ സിം കാർഡ് ഉണ്ട്. ബാക്കിയുള്ള സാർ വാല്യൂ 0.932 0.756 ആണ് ഹെഡും ബോഡി സാറും വരുന്നത്. അപ്പോൾ നമുക്ക് ഡിവൈസ് പുറത്തേക്ക് എടുക്കാം. അതുകൂടാണ്ട് നമുക്ക് ഒരു 100 വാട്ടിന്റെ അഡാപ്റ്റർ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡിവൈസ് 100 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു ചാർജിങ് കേബിളുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഡിവൈസിലേക്ക് വരാം. ഷവോമി 17 നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബ്ലൂ കളറാണ്, ഐസ് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ഒരു ഇതെന്താ വെച്ചാൽ, ഇതിന്റെ കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ്, വളരെ കോമ്പാക്ട് ആണ്. നിങ്ങൾ നോക്കി എത്ര സ്മോൾ ആണെന്ന് നോക്കി. ഇത് ആക്ച്വലി 191 ഗ്രാംസേ ഉള്ളൂ. അത്യാവശ്യം വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇൻഹാൻഡ് എക്സ്പീരിയൻസ് കണ്ടോ, കയ്യിൽ നല്ലോണം ഒതുങ്ങുന്നതാണ്. അതേപോലെ 8.06 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. അത്യാവശ്യം നല്ല സ്ലിം ആയ ഒരു ഡിവൈസ് ആണ്. ഇത് കണ്ടില്ലേ, മെറ്റൽ ചാസിയാണ് കൊടുത്തിരിക്കുന്നത്. ഷവോമിന്റെ ബ്രാൻഡിങ് ആണ്, ഒരു മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ട്രിപ്പിൾ ക്യാമറയും LED ഫ്ലാഷും കാണാം, ലൈക്കേന്റെ ബ്രാൻഡിങ് കാണാം. പിന്നെ ഇവിടെ നമുക്ക് ആന്റിന ബാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പവർ ആൻഡ് വോളിയം കീസ് കാണാം. മുകളിൽ ഓപ്പണിംഗ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. താഴത്തെ നമുക്ക് സിം ട്രെയും USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഡിസൈൻ ലാംഗ്വേജ്. വളരെ നല്ല ഒരു ഡിസൈൻ ആണ് ഇത്, ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. നല്ലൊരു കോമ്പാക്ട് ഫോം ഫാക്ടർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് വളരെ മികച്ചതാണെന്ന് പറയാം. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ കോമ്പാക്ട് ആണ്. ഒരു 6.3 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വളരെ കോമ്പാക്ട് ഫോൺസ് ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഇനി ഫ്രണ്ടിലെ ബെസൽസ് നോക്കി, അതും വളരെ മിനിമൽ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫ്ലാഗ്ഷിപ്പിൽ ഏറ്റവും കുറഞ്ഞ ബെസൽസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഒന്നും സ്പെക്ക് തരാറില്ല. പക്ഷെ എന്നാലും കണ്ടിട്ട് നമുക്ക് വളരെ മിനിമൽ ബെസൽസ് ആയിട്ടാണ് തോന്നുന്നത്. ഈ സൈഡ്സ് എല്ലാം തന്നെ കർവ്ഡ് ആണ്. അതേപോലെ IP68 റേറ്റിംഗും ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്ക് ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലിംനെസ് ആണെങ്കിലും ലൈറ്റ് വെയിറ്റ് ആസ്പെക്ട് ആണെങ്കിലും ഒക്കെ തന്നെ നല്ലതാണ്. അപ്പോൾ ഓവറോൾ ഒരു കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും കോമ്പാക്റ്റ് ആയ ഒരു ഫ്ലാഗ്ഷിപ്പ്. പക്ഷേ ഡെഫിനറ്റ്ലി വിലയുണ്ട്. ബഡ്ജറ്റോ അല്ലെങ്കിൽ അഫോർഡബിൾ ഫ്ലാഗ്ഷിപ്പ് ഒന്നുമല്ല, ഒബ്വിയസ്ലി നല്ല വില കൂടിയ ഫ്ലാഗ്ഷിപ്പ് തന്നെയാണ്. ഇനി ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുകയാണെങ്കിൽ ക്രിസ്റ്റൽ റെസൊല്യൂഷൻ OLED ഡിസ്പ്ലേ ആണ്. ഷോമി ഷീൽഡ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഇതിനകത്ത് 2656x1220 460 പിക്സൽസ് പെർ ഇഞ്ചാണ് വരുന്നത്. ഡിസ്പ്ലേ റെസൊല്യൂഷനും 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. DCI P3 കളർ ഗാമത്ത്, അതേപോലെ 12-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. ബ്രൈറ്റ്നസ് ലെവൽസ് ആണെങ്കിൽ 3500 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ടച്ച് റെസ്പോൺസും വളരെ മികച്ച ഡിസ്പ്ലേ ആണ്. ഡൈനാമിക് റേഞ്ച് ഒക്കെ അടിപൊളിയാണ്. HDR പെർഫോമൻസും ഇതിൽ Pro HDR സപ്പോർട്ടഡ് ആണ്. അതേപോലെ HDR10+ ഡോൾബി വിഷനും അതേപോലെ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷൻ, അങ്ങനെ എല്ലാം തന്നെ ഉണ്ട്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരു കോംപ്രമൈസും ഇല്ല, നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. വളരെ മനോഹരമായ ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല റിച്ച് ടോൺസും കളേഴ്സും ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഒരു മൂവിയൊക്കെ വാച്ച് ചെയ്യാൻ നല്ല എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് വളരെ മിനിമൽ ബെസൽസും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. നമുക്ക് ഇതിനകത്ത് വരുന്നത് HyperOS ആണ്. നമുക്കറിയാം HyperOS ആണ് ഷോമിന്റെ എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസും എല്ലാ ഡിവൈസും പവർ ചെയ്തിരിക്കുന്നത്. HyperOS 3.0.4 ആണ്. നമ്മുടെ കയ്യിലുള്ള വേരിയന്റ് 512GB വേരിയന്റ് ആണ്. Android 16 ആണ് അവിടുത്തെ ബോക്സ്. നമുക്ക് ഡീറ്റെയിൽ സ്പെക്സ് കാണാം. 12GB റാമും Snapdragon 8 Elite Gen 5 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ കാര്യപടി. പിന്നെ ഇതിന്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ്. ഹാപ്റ്റിക് മോട്ടർ ആണെങ്കിൽ നല്ലതാണ്. പിന്നെ HyperOSന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. നമ്മൾ റെഗുലർലി കാണുന്ന എല്ലാ പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് കാണാം. അതിനകത്ത് തന്നെ നമുക്ക് കണ്ടില്ല ഒരുപാട് ഓപ്ഷൻസ്, കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതുകൂടാതെ നമുക്ക് ഹൈപ്പർ AI എന്ന് പറഞ്ഞ എന്താ പറയുക AI ടൂൾസും ഒരുപാടെണ്ണം ഇൻക്ലൂഡഡ് ആണ്. ട്രാൻസ്ലേറ്ററും ഡൈനാമിക് വാൾപേപ്പേഴ്സും അസിസ്റ്റന്റും സ്പീച്ച് റെക്കഗ്നിഷൻ, അങ്ങനത്തെ ഒരുപാട് AI ടൂൾസ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിനകത്ത് ബ്ലോട്ട്വെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ 1-2 ബ്ലോട്ട്വെയർ പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ്, സ്നാപ്ചാറ്റ്, അതേപോലെ ലിങ്ക്ഡിൻ, അങ്ങനെ ഒരു 3-4 ആപ്പ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. എന്നാൽ നമുക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ബാക്കിയുള്ള ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്താണ്. അപ്പോൾ ഒരു 3-4 ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. എന്നാലും അതെടുത്ത് കളയാവുന്നതാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഓവറോൾ UI എക്സ്പീരിയൻസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഞാനിപ്പോൾ ഒരു 1.5 ആഴ്ചയായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കൊരു ബഗ്സോ ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ UIയിലില്ല. വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. മൾട്ടി ടാസ്കിങ് ആണെങ്കിൽ എല്ലാം തന്നെ വളരെ സ്മൂത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ലാഗ്സോ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തിട്ടില്ല. പിന്നെ അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തു, ഡിസ്പ്ലേ, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. ഇനി പെർഫോമൻസിലേക്ക് വരാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് സ്നാപ്ഡ്രാഗണിന്റെ 8 Elite Gen 5 ചിപ്പാണ്. ഒബ്വിയസ്ലി ഈ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ചിപ്പാണ്. അറൌണ്ട് 3.2 മുതൽ 3.7 മില്യൺ വരെ ആന്റിറ്റ്യൂഡ് ബെഞ്ച് മാർക്ക് സ്കോർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ആന്റിറ്റ്യൂഡ് സ്കോർ എന്ന് പറഞ്ഞാൽ 3.1 മില്യൺ ആണ് നമുക്ക് ഏതാണ്ട് കിട്ടിയ ആന്റിറ്റ്യൂഡ് സ്കോർ പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിന്റെ ഒബ്വിയസ്ലി നമ്മൾ കുറച്ചുകൂടെ കോമ്പാക്ട് ഡിവൈസ് ആകുമ്പോൾ മറ്റേതിന്റെ മാറ്റത്തെ ഹയർ സ്കോർ കിട്ടില്ല. നമുക്കിവിടെ കിട്ടിയത് 3.1 മില്യൺ ആണ് നമുക്ക് ആന്റിറ്റ്യൂഡ് സ്കോർ കിട്ടിയത്. ഈവൻ ഗീക്ബെഞ്ച് സ്കോറും വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഓവറോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഇതുണ്ടല്ലേ ഗീക്ബെഞ്ച് സ്കോർ. അപ്പോൾ ഓവറോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ കോംപ്രമൈസസ് ഒന്നും തന്നെ ഇല്ല. നല്ല സോളിഡ് പെർഫോമൻസ് ആണ്. പിന്നെ കോമ്പാക്ട് ഫോണിന് വേറൊരു ജനറലി വരാറുള്ള പ്രോബ്ലം ഹീറ്റിംഗ് ഇഷ്യൂസ് ആണ്. പക്ഷെ നമ്മൾ ഈ ഒരു ക്യാമറ എക്സ്ട്രീം സൺലൈറ്റിലൊക്കെ ടെസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ എന്നാലും വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. നല്ല കൂളിംഗ് മെക്കാനിസം ഇത്തവണ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 12GB റാമാണ്, 256 512GB സ്റ്റോറേജാണ്, LPDDR5X റാമും UFS 4.1 സ്റ്റോറേജാണ്. അപ്പോൾ അതിലൊന്നും തന്നെ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറയാം. പിന്നെ എന്താ പറയുക ഡോൾബി ആറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. അതേപോലെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, അങ്ങനത്തെ കാര്യത്തിലൊന്നും തന്നെ ഇല്ല. പിന്നെ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറും എല്ലാ കാര്യം തന്നെ eSIM സപ്പോർട്ടും എല്ലാത്തിലും തന്നെ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറയാം. അപ്പോൾ ഓവറോൾ നല്ലൊരു പെർഫോമിംഗ് ഡിവൈസാണ്, നല്ലൊരു കോമ്പാക്ട് പെർഫോമിംഗ് ഡിവൈസാണ് ഇത് ഷോമി 17.
അടുത്ത് നമുക്ക് ക്യാമറേൻ്റെ കാര്യം പറയാം. ക്യാമറേൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു 50 മെഗാ പിക്സൽ ക്യാമറയാണ്. 50 മെഗാ പിക്സൽ ലൈറ്റ് ഫ്യൂഷൻ 950 സെൻസറാണ് പ്രൈമറി സെൻസർ എന്ന് പറയുന്നത്. അത് 1/1.31 ഇഞ്ച് സെൻസറാണ്. f1.67 അപ്പർച്ചർ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, 23 mm ആണ് ഫോക്കൽ ലെങ്ത് വരുന്നത്. ഇനി രണ്ടാമത്തത് ലൈക്ക 60 mm ഫ്ലോട്ടിംഗ് ടെലിഫോട്ടോ ലെൻസ് ആണ്. അതായത് 50 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് ആണ്. അതിന്റെ f2.0 അപ്പർച്ചർ ആണ്, OIS ആണ് വരുന്നത്. പിന്നെ തേർഡ് ഒരു ലൈക്ക അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അതും 50 മെഗാ പിക്സൽ ആണ് വരുന്നത്. ഈ സെൽഫി ക്യാമറയും 50 മെഗാ പിക്സൽ ആണ്. ഇത്തവണ സെൽഫി ക്യാമറയ്ക്ക് ഓട്ടോ ഫോക്കസ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അത് ഡെഫിനറ്റ്ലി വെൽക്കം മൂവ് ആണ്. വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിലും സെൽഫി ക്യാമറ എടുക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഓട്ടോ ഫോക്കസ് വളരെയധികം ഷാർപ്നെസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വെൽക്കം ഫീച്ചർ ആണെന്ന് പറയാം. പിന്നെ ക്യാമറയിൽ നമുക്ക് 8K റെക്കോർഡിംഗ് വരെ എടുക്കാം. വീഡിയോ മോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് 8K റെക്കോർഡിംഗ് അവൈലബിൾ ആണ്, 30 FPS. അതേപോലെ 4K നമുക്ക് 60 FPS അവൈലബിൾ ആണ്. സെൽഫിയിലും റിയർ ക്യാമറയിലും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന്റെ ക്യാമറ തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ഒബിയസ്ലി നമുക്കറിയാമല്ലോ, ലൈക്ക ട്യൂൺഡ് ക്യാമറ തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം ഷോമി 17 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അടിപൊളി ക്വാളിറ്റി ആണെന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല. എക്സലന്റ് ക്വാളിറ്റി ഇമേജസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നല്ല ബ്രില്യൻറ്റ് കളേഴ്സും അതേപോലെ ഡൈനാമിക് റേഞ്ച് അടിപൊളിയാണ്. അതേപോലെ പോർട്രേറ്റ്സ് ആണെങ്കിൽ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ആണ്. എല്ലാത്തിനും തന്നെ ഇത് ഷൈൻ ചെയ്യും. എന്നാൽ ഷോമി 17 അൾട്രയെ പോലെ ഇതിനകത്ത് ലോഫിക് എന്ന് പറഞ്ഞ ടെക്നോളജി ഇല്ല. ഇത് റെഗുലർ ലൈക്ക ലെൻസ് ആണ്, ലോഫിക് ഇല്ല. എന്നാൽ പോലും തന്നെ ക്ലാരിറ്റി അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറാസ് ഇൻ ദിസ് പ്രൈസ് സെഗ്മെന്റ് എന്നൊക്കെ നമുക്ക് തീർച്ചയായും വിശേഷിപ്പിക്കാവുന്നതാണ്. നമ്മൾ ഈ അടുത്ത് ടെസ്റ്റ് ചെയ്ത എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിനേക്കാളും എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ ബെറ്റർ ആയി തോന്നി. എന്നാൽ ഞാൻ വിശദമായി കമ്പാരിസൺ ചെയ്തിട്ടില്ല. കമ്പാരിസൺ ചെയ്തിട്ട് പറയാം ദ ബെസ്റ്റ് ആണോ. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഓവറോൾ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിലും എല്ലാം തന്നെ നല്ലൊരു മികച്ച എക്സ്പീരിയൻസ് ആണ് ഷോമി 17 കാഴ്ചവെക്കുന്നത്. ഫൈനലി നമുക്ക് ബാറ്ററിയിലേക്ക് വരാം. 6330 mAh ബാറ്ററിയാണ്. അതേപോലെ തന്നെ 100 watt ചാർജിങ്ങും അവൈലബിൾ ആണ്. ബോക്സിനകത്ത് തന്നെ ചാർജർ ഉണ്ട്. ഏതാണ്ട് 52 മിനിറ്റ്സിനടുത്ത് 50 to 1 hour ഫുൾ ആവും. 6330 mAh ബാറ്ററി കഴിഞ്ഞ വർഷത്തെക്കാളും ഡെഫിനറ്റ്ലി ഇംപ്രൂവ്ഡ് ആണ്. അതോടൊപ്പം തന്നെ നല്ല ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണെങ്കിൽ തന്നെ ഡെഫിനറ്റ്ലി ഒരു ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. കാരണം ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് ഡെയിലി ഒരു 1 day ഒക്കെ ഈസിലി കിട്ടുന്നുണ്ട്. അതും എക്സ്ട്രീം യൂസേജിൽ തന്നെ നമുക്ക് 1 day ഒക്കെ ഈസിലി കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് യൂസർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈസിലി 1 day ഒക്കെ കിട്ടും. ബാക്കി ബാറ്ററി ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതായിരുന്നു ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ്ഡ് ആണ്. ഓവറോൾ ക്വാളിറ്റി നല്ലതാണ്. അപ്പോൾ ഇതാണ് ഷോമി 17 ഒരു അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷൻ. ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഡിവൈസാണ്. എക്സെപ്റ്റ് ആ പ്രൈസിങ് കുറച്ച് ഡെഫിനറ്റ്ലി കൂടിയിട്ടുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും തന്നെ ഒരു സോളിഡ് പാക്കേജ് എന്ന് പറയാം. കാരണം ഇതിൽ പറയാത്തൊക്കെ പോരായ്മകൾ ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാത്തിലും തന്നെ നല്ലൊരു എക്സൽ ചെയ്യുന്ന ഡിവൈസാണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. ക്യാമറ ആണെങ്കിലും ബാറ്ററി ലൈഫ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഡിസ്പ്ലേയിലാണെങ്കിലും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിലും ഒന്നിലും തന്നെ കോംപ്രമൈസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എക്സെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രൈസിങ് ഡെഫിനറ്റ്ലി ഹയർ പ്രൈസ്ഡ് ആണ്. ഇത് ഡെഫിനറ്റ്ലി ഒരു എക്സ്പെൻസീവ് ഡിവൈസ് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ലോണം പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൈസ് ഹൈക്ക് ഭയങ്കര അധികം ബാധിച്ചിട്ടുണ്ട് ഈ ഡിവൈസിനെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു ഷോമി 17 അൺബോക്സിംഗ് ഫസ്റ്റ് ഇംപ്രഷൻ. ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.